ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ സ്കിൻകാരുടെ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻകാരെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. അപ്പൊ അതിനകത്ത് ഓയിലി സ്കിൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻകാർക്കുള്ള വീഡിയോ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതൊന്ന് കയറി കാണുക. ഈ ഡ്രൈ സ്കിൻകാരുടെ പറ്റി പറയാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നു, അതിന് എന്തൊക്കെയാണ് സൊല്യൂഷൻസ്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്കും റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ചാനൽ ഫുൾ വീഡിയോസിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വാട്ടർ ലോസ് ഉണ്ടാവുന്നത് കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോയിസ്ചർ നമ്മുടെ സ്കിന്നിന് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഇനഫ് ഓയിൽ നമ്മുടെ സ്കിന്നിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത്. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഏജ്ഡ് ആയിട്ട് തോന്നും നമ്മുടെ ഫേസിൽ. അപ്പൊ എന്തുകൊണ്ടാണ് സ്കിൻ ഡ്രൈ ആവുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി എന്തൊക്കെ റീസൺസ് കാരണം അങ്ങനെ ഡ്രൈനെസ് വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു അൺകംഫർട്ടബിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ചൊറിച്ചിലുണ്ടാവും, പിന്നെ മാത്രമല്ല പല പല സ്ഥലത്തുള്ള ഒരു പാച്ചിനെസ് നമുക്ക് തോന്നാൻ തുടങ്ങും. അങ്ങനെ മൊത്തത്തിലൊരു ഒരു വലിവ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. ചുക്കും ചുളിവുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ക്രാക്സ് വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഡ്രൈ സ്കിൻ കൊണ്ടുണ്ടാവുന്ന അൺകംഫർട്ടബിൾനെസ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡ്രൈ സ്കിൻ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹ്യൂമിഡിറ്റി കുറയുന്ന സമയത്ത്, അതായത് വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ കുറയുന്ന സമയത്ത് നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വാട്ടറിലോട്ട് സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഡ്രൈനെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൽ ആൽക്കഹോൾ ബേസ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വിച്ചേഴ്സൽ ബേസ്ഡ് ചെയ്തിട്ടുള്ള ടോണേഴ്സോ ഫേസ് വാഷസോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് സ്കിൻ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്ന DIY ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്കുള്ള സ്കിൻ ബാരിയർ ഡാമേജ് ആവാം. നമ്മൾ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ സ്കിന്നിന്റെ ഒരു നാച്ചുറൽ ഓയിലി സ്ട്രിപ്പ് ഔട്ട് ചെയ്യും, അത് കാരണം നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം, അതല്ലെങ്കിൽ ഡയബറ്റിക്, അതല്ലെങ്കിൽ റീനൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമുക്കിപ്പോ ഓയിലി ആണെങ്കിൽ നമുക്ക് പിന്നെ ഓക്കെ ഫൈൻ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. പക്ഷെ ഡ്രൈനെസ് വരുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് ആവും, അതായത് നമ്മുടെ സ്കിൻ ബാരിയർ പെട്ടെന്ന് ഡാമേജ് ആവേ, നമുക്ക് ഒരുപാട് ഏജ് തോന്നിക്കും. ഈവൻ ദോ നമുക്ക് അത്ര ഏജ് ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് വയസ്സായത് കണക്കൊക്കെ തോന്നും, ഡീഹൈഡ്രേഷൻ തോന്നും നമ്മുടെ സ്കിന്നിൽ. പിന്നെ നമ്മൾ ഇന്ന വെള്ളം കുടിച്ചില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡ്രൈനെസ് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി റീസൺ വേറൊന്നും കൂടെ ഉണ്ട്. നമ്മൾ ഏജ് ആവുന്നതനുസരിച്ച് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ വർക്കിംഗ് കുറയുന്നത് കൊണ്ടും നമുക്ക് ഒരു സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ ടീനേജേഴ്സിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഓയിലി സ്കിൻ ആയിരിക്കും, പിന്നെ ഏജ് കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ ഡ്രൈ ആവും, അത് കാരണം നമുക്ക് റിങ്കിൾസ് ഒക്കെ വരും. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്. അപ്പൊ സ്കിൻ ഡ്രൈ ആവുന്നതിന് നമ്മൾ ഓയിലി സ്കിൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവർ സ്മാർട്ട് ആയിട്ട് ഓവർ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ ഡ്രൈ സ്കിൻകാർക്കുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും വേറൊരു റീസൺ പറയാൻ നേരത്തെ വിട്ടു, സോറി, നമ്മുടെ ജെനറ്റിക്സ്, അതായത് നമ്മുടെ പേരൻസിനൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓയിലി സ്കിൻകാരെ പോലെ തന്നെ ജെനറ്റിക്സ് ഡ്രൈ സ്കിൻകാരെയും ബാധിക്കും. പിന്നെ മറ്റുള്ള ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞത് കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട്, ഇൻബോൺ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് കൂടുതൽ നമുക്ക് ജെനറ്റിക്സ് കാരണമായിരിക്കും വരുന്നത്. ഇനി ഡ്രൈ സ്കിൻകാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ളതായിരിക്കണം. ഫേസ് വാഷ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈമിലോട്ട് മാത്രം ഫേസ് വാഷ് ചെയ്താൽ മതി. പിന്നെ മാക്സിമം ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം PGs ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും റെന്റലായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഹാർഡ് വാട്ടർ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കുളിക്കാനൊക്കെ എടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിലും എക്സ്ട്രീംലി ഹോട്ട് വാട്ടർ നിർത്തിയിട്ട് ലൂക്ക് വാം വാട്ടറിലൊക്കെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം നിങ്ങളിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ചിലരുണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആണെങ്കിൽ ബെഡ്റൂം അടച്ചിട്ടിട്ട് നമ്മൾ ബാത്റൂം ചിലപ്പോൾ തുറന്നിട്ടിട്ട് കുളിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കറക്റ്റ് ബാത്റൂം തന്നെ ക്ലോസ് ചെയ്തിട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് കുറച്ചുകൂടി ഹ്യൂമിഡിറ്റി നമുക്ക് ആ ഒരു നിൽക്കും, അത് കാരണം നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാവത്തില്ല. പിന്നെ നിങ്ങളുടെ ബോഡിയൊക്കെ എക്സസീവ് ആയിട്ട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഫേസിന്റെ കാര്യം മാത്രം പറയുന്നതുകൊണ്ടാണ് ഞാൻ
അതിനെപ്പറ്റി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. യൂറിയ ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസുകൾ അവൈലബിൾ ആണ്. ഡെർമക്കോയിൽ, ഫിക്സ്ഡെർമയിൽ അവൈലബിൾ ആണ്. അതുപോലെ കോട്രയിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്രീം അവൈലബിൾ ആണ്. നമ്മൾ സെറ്റാഫിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രൈ സ്കിൻകാർക്ക് നല്ലത് നോക്കാം. ഡ്രൈ സ്കിൻകാർക്ക് അപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സെറമൈറ്റ്സ്, ഹൈഡ്രോണിക് ആസിഡ്, നയാസിനമൈഡ്, ഡൈമെത്തക്കോൺ, വാക്സ്, പെട്രോളിയം, ഇതെല്ലാം ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. ഇനി എന്തുകൊണ്ടാണ് നയാസിനമൈഡ് ഡ്രൈ സ്കിൻകാർക്ക് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ സെറമൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ വാട്ടർ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹൈഡ്രോണിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിനെ പിടിച്ചു നിർത്തും. അത് കൂടാതെ തന്നെ നമ്മുടെ പുറത്തുനിന്നുള്ള അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളമില്ലേ, അത് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല ഡീപ്പ് ലെവലിൽ ഡ്രോ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് ഹൈഡ്രോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. സെറമൈഡ്സ് നമ്മൾ നല്ലൊരു ഹ്യൂമക്റ്റന്റ് ആണ്. അപ്പൊ നമ്മുടെ സെല്ലിലെല്ലാം പിടിച്ചു നിർത്തി നമ്മുടെ സ്കിന്നിനുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റി സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് സെറമൈഡ്സ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ടൈപ്പാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രൈ സ്കിൻകാർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം. പിന്നെ ഡൈമെത്തക്കോൾ, അതല്ലെങ്കിൽ വാക്സ്, പെട്രോളിയം, ഇതൊക്കെ നമ്മൾ നോർമലി മോയിസ്ചറൈസേഴ്സിൽ വരുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റഡ് ഓയിൽ, ഫേഷ്യൽ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ വാസ്ലിൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സെറത്തിന്റെ രൂപത്തിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഹൈഡ്രോണിക് ആസിഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ ഞാൻ മാക്സിമം മിനിമൈസ് ചെയ്തിട്ടായിരിക്കും റുട്ടീൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെറമേ ഞാൻ പറയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ സെറത്തിന്റെ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോണിക് ആസിഡ് ആണ്. പിന്നെ നമുക്ക് നയാസിനമൈഡ് ഒന്നുകിൽ മോയിസ്ചറൈസേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ടോണേഴ്സിൽ എടുക്കാം. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് ഞാൻ എപ്പോഴും ടോണേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ടോണേഴ്സ് ആയിട്ട് നമുക്ക് നയാസിനമൈഡ് ടോണർ എടുക്കാം. ഇനി അടുത്ത മോയിസ്ചറൈസേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് സെറമൈഡ് മോയിസ്ചറൈസർ എടുക്കാം. ഇനി നിങ്ങളുടെ ഫേസ് വാഷിനായിട്ട് ഞാൻ പറയാത്ത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഫേസ് വാഷ് ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഫേസ് വാഷ് എടുക്കുന്നതാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വല്ലപ്പോഴും നമുക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഏതാണ് നല്ലതെന്ന് നോക്കാം. നയാസിനമൈഡും ഹൈഡ്രോണിക് ആസിഡും സെറം ബേസ്ഡ് അല്ലെങ്കിൽ ടോണർ ബേസ്ഡ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ മോയിസ്ചറൈസേഴ്സ് ഏതെന്ന് നോക്കാം. കുറച്ച് ജെന്റിൽ ഫേസ് വാഷ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് സെറ്റാഫിലിന്റെ ഫേസ് വാഷ്, ജെന്റിൽ ഫേസ് വാഷ്, അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് ഫേസ് വാഷ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് കെമിസ്ട്രിന്റെ ജെന്റിൽ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഫേസ് വാഷും നല്ലൊരു ഓപ്ഷൻ ആണ്. സിമ്പിളിന്റെ ഫേസ് വാഷ് ഉണ്ട്, സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ്. പിന്നെ നമ്മുടെ കോസ്റെക്സിന്റെ മോർണിംഗ് ഫേസ് വാഷ് ലോ പി എച്ചിന്റെ നല്ലൊരു ഓപ്ഷൻ ആണ്. എപ്പിസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷ് ഉണ്ട്. സെറാവിയുടെ ജെന്റിൽ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ ആണ്. ഡെർമാടച്ചിന്റെ ജെന്റിൽ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റ് 5% അക്വാപോറിൻ ബൂസ്റ്റ് ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നമ്മുടെ ഡെർമക്കോഡ 2% നയാസിനമൈഡ് ജെന്റിൽ ക്ലെൻസർ, അല്ലെങ്കിൽ ഡോക്ടർ ഷേത്തിന്റെ സെക്കാൻ സെറമൈഡ് ജെന്റിൽ ക്ലെൻസേഴ്സ്, അതല്ലെങ്കിൽ ഫിക്സ്ഡെർമയുടെ ജെന്റിൽ ക്ലെൻസർ, ക്വിൻച്ചിന്റെ റൈസ് വാട്ടർ ആൻഡ് വിറ്റാമിൻ ഇ ഫേസ് വാഷ്, ക്രീം ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ റിവേലിയയുടെ ജെന്റിൽ ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷൻ ആണ്. ഫേസ് വാഷ് കഴിഞ്ഞ് ആ ഒരു ചെറുതായിട്ടൊന്ന് ഡാമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ടോണർ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതൽ ഹൈഡ്രേഷൻ കിട്ടും. അപ്പൊ ടോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് നയാസിനമൈഡ് ടോണേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നയാസിനമൈഡ് ടോണേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ പ്ലമ്മിന്റെ നയാസിനമൈഡ് ടോണർ വിത്ത് റൈസ് വാട്ടർ നല്ലൊരു ഓപ്ഷൻ ആണ്. ഡോട്ട് ആൻഡ് കീയുടെ നയാസിനമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷൻ ആണ്. സെറ്റാഫിലിന്റെ നയാസിനമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷൻ ആണ്. ഫോക്സ്ടെയിലിന്റെ നയാസിനമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷൻ ആണ്. റെനയുടെ നയാസിനമൈഡ് ടോണറും നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ ഡോക്ടർ ഷെയ്ത്തിന്റെ നയാസിനമൈഡ് ടോണർ, പിൽഗ്രിമിന്റെ നയാസിനമൈഡ് ടോണറും ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആണ്. ഞാൻ നയാസിനമൈഡ് ടോണേഴ്സിന്റെ ഫോമിൽ യൂസ് ചെയ്യാൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനും വേണം. അപ്പൊ ഹൈഡ്രേഷന് വേണ്ടി ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് ചെയ്തു, ചെറുതായിട്ട് സ്കിൻ ഡാമ്പായി, എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നയാസിനമൈഡ് ടോണർ വെച്ചിട്ട് സ്കിൻ വീണ്ടും ഹൈഡ്രേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹൈഡ്രോണിക് ആസിഡ് സെറംസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഹൈഡ്രോണിക് ആസിഡ് സെറത്തിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഹൈഡ്രോണിക് ആസിഡ് ഒരിക്കലും സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ യൂസ് ചെയ്ത്, ഡ്രൈ സ്കിൻകാരല്ല, സ്കിൻ ഇപ്പൊ നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾ മാക്സിമം ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ്. സ്കിൻ എപ്പോഴും ഡാമ്പ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യാൻ. ഇനി കുറച്ച് റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഡോക്ടർ ഷേത്തിന്റെ ഹൈഡ്രോണിക് ആസിഡ്, നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഹൈഡ്രോണിക് ആസിഡ് സെറം, ദ ഓർഡിനറിയുടെ ഹൈഡ്രോണിക് ആസിഡ് സെറം, അതുപോലെ തന്നെ നമ്മുടെ ലോറിയൽ പാരിസിന്റെ ഹൈഡ്രോണിക് ആസിഡ് സെറം, പിൽഗ്രിമിന്റെ ഹൈഡ്രോണിക് ആസിഡ് സെറം, ഡീകൺസ്ട്രക്ട്, സുഗന്ധ, അക്കോലോജിക്കയുടെ ഇതിനെല്ലാം ഹൈഡ്രോണിക് ആസിഡ് സെറം ഉണ്ട്. മോഡിയുടെ ഹൈഡ്രോണിക് ആസിഡ് സെറം, അതുപോലെ ഡോട്ട് ആൻഡ് കീയുടെ ഹൈഡ്രോണിക് ആസിഡ് സെറം, നല്ല ഓപ്ഷൻസ് ആണ് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യാൻ. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം
അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിലുള്ള ഹൈൽഡ്രോണിക് ആസിഡ് ആണ്. നിങ്ങൾ ഇനി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ എത്ര എക്സ്പെൻസീവ് ആയിട്ട് ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്താലും അതിനകത്തുള്ള ആഡ് ഓൺ ഇൻഗ്രീഡിയൻസിനായിരിക്കും എക്സ്പെൻസീവ് എന്ന്. നമുക്ക് ബേസിക്കലി ഹൈൽഡ്രോണിക് ആസിഡ് മാത്രം മതി. കൂടെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സിൻഡല്ല കിട്ടിയാൽ കുറച്ച് അത്രയും നല്ലത്. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് ഹൈൽഡ്രോണിക് ആസിഡിന്റെ കൂടെ വേണ്ട. പിന്നെ ഹൈൽഡ്രോണിക് ആസിഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡ് ഹൈൽഡ്രോണിക് ആസിഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി മോയിസ്ചറൈസേഴ്സ് ഹൈൽഡ്രോണിക് ആസിഡ് സെറം അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് അപ്പൊ തന്നെ മോയിസ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് സെറമേഡുള്ള മോയിസ്ചറൈസേഴ്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ, റിക്വലിന്റെ സെറമേഡ് ആൻഡ് ഹൈൽഡ്രോണിക് ആസിഡ് മോയിസ്ചറൈസർ, അക്വലോജിക്കയുടെ സെറമേഡ് മോയിസ്ചറൈസർ, വിത്തിൻ ബ്യൂട്ടിയുടെ സെറമേഡ് മോയിസ്ചറൈസർ, ഫോർമുല റെക്സിന്റെ സെറമേഡ് മോയിസ്ചറൈസർ, FAEയുടെ സെറമേഡ് മോയിസ്ചറൈസർ, ഹൈഫന്റെ സെറമേഡ് മോയിസ്ചറൈസർ, മിനിമലിസ്റ്റിന്റെ സെറമേഡ് മോയിസ്ചറൈസർ. മിനിമലിസ്റ്റ് 2 എണ്ണം ഉണ്ട്, ഡ്രൈ സ്കിൻകാർക്കുള്ള സെറമേഡ്, ഓയിലി സ്കിൻകാർക്കുള്ള, അതൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. സെറാവിയുടെ സെറമേഡ് മോയിസ്ചറൈസർ, ഡീകൺസ്ട്രക്റ്റിന്റെ സെറമേഡ് മോയിസ്ചറൈസർ, ഡെർമക്കോയുടെ സെറമേഡ് മോയിസ്ചറൈസേഴ്സ്. അടുത്ത സെറമേഡ്സ് ഇല്ലാത്ത കുറച്ച് മോയിസ്ചറൈസേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഏത് സെറമേഡ് പിന്നെ ഏത് മോയിസ്ചറൈസർ വേണമെങ്കിലും ശ്രദ്ധിക്കാം, യൂസ് ചെയ്യാം. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ മെറില്ല ഓയിൽ മോയിസ്ചറൈസർ, അതല്ലെങ്കിൽ ബയോഡെർമയുടെ മോയിസ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേറ്റിന്റെ വിറ്റാമിൻ ഇ മോയിസ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഓൾഡ് സ്കിൻ ടൈപ്പിലുള്ള ഏത് മോയിസ്ചറൈസേഴ്സും സെലക്ട് ചെയ്യാം. ഒറ്റ കാര്യം മാത്രമല്ല, ഒന്നല്ല 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതിനകത്ത് ഡീനാച്ചുറൽ ആൽക്കഹോൾ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ വിച്ച് ഹേസൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല. 3, ഫ്രാഗ്രൻസ് ഉണ്ടാവാൻ പാടില്ല. ഇത് 3 ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മോയിസ്ചറൈസേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിയാസിനമൈഡിന് പകരം വേണമെങ്കിൽ റോസ് വാട്ടർ ടോണറും യൂസ് ചെയ്യാം. പക്ഷെ റോസ് വാട്ടർ ടോണർ ആയിരിക്കും, റോസ് വാട്ടർ സ്പ്രേസ് ആവരുത് യൂസ് ചെയ്യുന്ന. അതായത് റോസ് വാട്ടറിനകത്ത് നമ്മൾ ടോണർ എന്ന് പറയുന്നതിനകത്ത് കൂടുതലും റോസ് വാട്ടറിന്റെ പെർഫ്യൂംസ് ആയിരിക്കും, റോസിന്റെ പെർഫ്യൂം അല്ലെങ്കിൽ സെന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്ന, അതിന്റെ എസൻസ് ഉണ്ടാവാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് സൺസ്ക്രീൻ ആണ്. ഡ്രൈ സ്കിൻകാരായാലും ഓയിലി ആയാലും എന്ത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ള ഡ്രൈ സ്കിൻ ആകുമ്പോൾ, നമ്മൾ ഓയിലി സ്കിൻ ആകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ആ മാറ്റ് ഫിനിഷ് ആയിരിക്കണം, ജെൽ ടൈപ്പ് ആയിരിക്കണം, ക്രീമി ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഡ്രൈ സ്കിൻകാർക്ക് മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ഒഴിച്ച് ബാക്കി എല്ലാ സൺസ്ക്രീനും നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുക. അതല്ല നിങ്ങൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഏത് മാറ്റ് ഫിനിഷ് അല്ലാത്ത ഏത് സൺസ്ക്രീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് നല്ല റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നമ്മുടെ ഡോക്ടർ ഷേറ്റിന്റെ സെറമേഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ SPF 50 എന്ന് പറഞ്ഞൊരു സൺസ്ക്രീൻ ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഫിക്സ്ഡെർമയുടെ ഷാഡോ സൺസ്ക്രീൻ SPF 50 നല്ലൊരു ഓപ്ഷനാണ്. അഞ്ചാമത്തെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഡീകൺസ്ട്രക്റ്റിന്റെ ബ്രൈറ്റനിങ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഫോർമുല റെക്സിന്റെ സൺസ്ക്രീൻസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ അക്വലോജിക്കയുടെ എല്ലാ സൺസ്ക്രീൻ, നാസിനമൈഡ് വേരിയന്റ് ആയിക്കോട്ടെ, അതിന്റെ നമ്മുടെ വിറ്റാമിൻ സി ഡ്യൂയി വേരിയന്റ് ആയിക്കോട്ടെ, അതല്ല ഡീറ്റാൻ വേരിയന്റ് ആയിക്കോട്ടെ, ഹൈഡ്രേറ്റിംഗ് വേരിയന്റ് ആയിക്കോട്ടെ, എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. വിഷ് കെയറിന്റെ എല്ലാ സൺസ്ക്രീൻസും ജെൽ ബേസ്ഡ് ആയിക്കോട്ടെ, എല്ലാ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ഓൾ സ്കിൻ ടൈപ്പ് ആണ്, അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് സ്യൂട്ടബിൾ ആവുന്ന ടൈപ്പാണ്. പക്ഷെ മാക്സിമം മാറ്റിഫൈങ് സൺസ്ക്രീൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ അടുത്ത നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്നതായിട്ട് പറയുന്നുണ്ട്, ഡാർക്ക് ആവുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഞാനിവിടെ സൺസ്ക്രീനിന്റെ വീഡിയോസ് ഇവിടെ കൊടുക്കാം, അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഐഡിയ കിട്ടും, എന്തുകൊണ്ടാണ് അത് ഡാർക്ക് ആവുന്നതെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മാക്സിമം വരുന്ന അതിനകത്തുള്ള ഇൻഗ്രീഡിയന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. പിന്നെ അതിനെപ്പറ്റി പ്രത്യേകം വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോ സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടില്ല. ഇനി നമുക്ക് നൈറ്റ് ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. നൈറ്റ് ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഓയിലി സ്കിൻകാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെറ്റിനോൾസ് യൂസ് ചെയ്യാൻ. നിങ്ങൾ നല്ല ഡ്രൈ ഇറിറ്റേറ്റഡ് സ്കിന്നൊക്കെ ആണെങ്കിൽ മാക്സിമം റെറ്റിനോൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നോർമൽ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിന്റെ കൂടെ നിങ്ങൾ നന്നായിട്ട് ഹൈഡ്രേഷൻ, അതായത് നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടും. ഹൈഡ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിലുള്ള സൈഡ് എഫക്ട്സും കിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി റെറ്റിനോൾ സ്കിൻ ഡ്രൈയിങ് ഫാക്ടർ ഉള്ള സാധനമാണ്. പക്ഷെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനും സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് റെറ്റിനോൾ ആവശ്യമാണ്. അപ്പൊ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല 24 ഏജിന് എബോളുള്ള ആൾക്കാർ. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് റെറ്റിനോൾ റെക്കമെൻഡേഷൻസ് നോക്കാം. ഞാൻ ബേസിക്കലി ഡ്രൈ സ്കിൻകാരായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി റെറ്റിനോൾസ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു 6 എണ്ണം. ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ
ഹൈഫന്റെ റെറ്റിനോൾ, അല്ലെങ്കിൽ നമ്മൾ റിക്വലിന്റെ റെറ്റിനോൾ, അതല്ലെങ്കിൽ ഫോക്സ്റ്റൈലിൻ്റെത്, ഫോർമുല റെക്സിൻ്റെത്, ഡെർമക്കോയുടേത്, ഡീകൺസ്ട്രക്ഷൻ്റെത്. ഈ 6 റെറ്റിനോളിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം ലോ കോൺസെൻട്രേഷനിലുള്ള റെറ്റിനോൾ ആണ്. അപ്പൊ സ്കിന്നിന് ഒരുപാട് ഇറിറ്റേഷൻസ് വരുത്തരത്തിൽ എന്നാൽ നമ്മുടെ സ്കിന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ റെറ്റിനോളിന്റെ ബെനിഫിറ്റ്സ് തരുന്നതായിട്ടുള്ള സാധനമാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും റെറ്റിനോയിനൊക്കെ വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നിങ്ങൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ റെറ്റിനോൾ എക്സസീവ് ആയിട്ട് സ്കിൻ ഡ്രൈയിങ് ആക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാതെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ വീണ്ടും 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 ഡ്രൈ ഇരിക്കാനും ചാൻസ് കൂടുതലാണ്. സോ റെറ്റിനോൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ യൂസ് ചെയ്ത് അതിന് പകരം നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും റിസൾട്ട് കിട്ടാൻ, പക്ഷെ റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവത്തില്ല എന്ന് നമുക്ക് ഒരുവിധം കൺഫർമേഷൻ കിട്ടാനും പറ്റും. പിന്നെ നമുക്ക് നൈറ്റിൽ നോക്കി ചെയ്യേണ്ട മറ്റു കാര്യം ഏതൊക്കെയാന്ന് നോക്കാം. ഇനി എല്ലാവർക്കും വരുന്നൊരു കോമൺ ഡൗട്ട് ആണ് എങ്ങനെ റെറ്റിനോളും ഹൈലൂറോണിക് ആസിഡും സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യും. റെറ്റിനോൾ നമുക്ക് ഡ്രൈ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഹൈലൂറോണിക് ആസിഡ് ഡാം സ്കിന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യുക. അതിനുവേണ്ടി ക്ലെൻസിങ് ബാംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുക. മിസലാർ വാട്ടർ ഡ്രൈ സ്കിൻകാർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ ഓയിലോ ഇതേ പറയത്തുള്ളൂ, കാരണം കുറച്ച് ഓവറായിട്ട് ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തില്ല, അതുകൊണ്ടാണ്. ബാം ആണെങ്കിൽ പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാം ആണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അടുത്ത ഓയിൽസിലാണെങ്കിൽ DHCയുടെ ക്ലെൻസിങ് ഓയിൽ, അതല്ലെങ്കിൽ നമ്മുടെ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ, പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിൽ, ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിലും ഒക്കെ നല്ല ഓപ്ഷൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിലും നല്ലൊരു ഓപ്ഷനാണ്. അതിനുശേഷം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കുക. രാവിലെ ഞാൻ ഡ്രൈ ആക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ റെറ്റിനോൾ ഒരു പി സൈസിൽ എമൗണ്ട് എടുത്ത് ഫേസിൽ അപ്ലൈ. ആഴ്ചയിൽ 3 പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ടോണർ, നയാസിനമൈഡ് ടോണറോ അല്ലെങ്കിൽ റോസ് വാട്ടർ ടോണറോ ഏതാച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഹൈലൂറോണിക് ആസിഡ് സിറം, പിന്നെ മോയിസ്ചറൈസർ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാസ്ലിൻ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് മിനിമലിസ്റ്റിന്റെ ഫേഷ്യൽ ഓയിൽ, അതല്ലെങ്കിൽ നമ്മുടെ സുഗന്ധയുടെ ഫേഷ്യൽ ഓയിൽ, അതല്ലെങ്കിൽ ബയോകൂളിന്റെ ഫേഷ്യൽ ഓയിൽ, പ്ലമ്മിൻ്റെത്, അതല്ലെങ്കിൽ എർത്ത് റിതം. ഇതിന്റെ ഏതിന്റെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ആ കൊടുത്ത ഹൈഡ്രേഷൻ ഇല്ലേ അത് പുറത്തു പോവാതെ പിടിച്ചു നിർത്താനായിട്ട് ഈ ഫേഷ്യൽ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഫേഷ്യൽ ഓയിൽ നല്ലത്. പകൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഫേഷ്യൽ ഓയിൽ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. പിന്നെ ഫേഷ്യൽ ഓയിലിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കുക, അതൊന്ന് കണ്ടുവെക്കാം. ഇനി നിങ്ങളത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഫേസ് വാഷ് ചെയ്താൽ മതി. ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അതല്ല നിങ്ങൾ ഫേഷ്യൽ ഓയിലോ അങ്ങനെ മോയിസ്ചറൈസർ വരെ മാത്രമേ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ രാവിലെ ജസ്റ്റ് വെള്ളം വെച്ചത് കഴുകിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ഓയിൽസും മറ്റു വാസനൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ രാവിലെ ഒരു നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് ഒരുവിധം നിങ്ങളുടെ സ്കിന്നെ പറ്റിയൊരു ഐഡിയയും ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഐഡിയ കിട്ടിയാലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് പിന്നാടി വേറൊരു വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡ്രൈ സ്കിൻകാരെ പറ്റിയിട്ടായിരുന്നു. കോമ്പിനേഷൻ സ്കിൻകാരെയും ആക്നിപ്രോൺകാരെയും നോർമലാരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഓരോരോ ദിവസമായിട്ട് ചെയ്ത് തീർക്കാം. അപ്പൊ ട്യൂസ്ഡേയിൽ Q&A പറ്റി ആരും മറക്കണ്ട. കമന്റ് ബോക്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് Q&Aയിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.